എല്ലാവർക്കും യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലുള്ള ഒരു ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ഇറങ്ങിയത് അതേപോലെ നമുക്ക് കിട്ടിയിട്ടില്ലത്രേ, അതേപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലത്രേ. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വ്യത്യസ്ത ഖുർആനുകളുണ്ട്. എന്തോ ഒരു ആരോപണങ്ങളാല് ഇങ്ങനത്തെ കുറേ ആരോപണങ്ങളൊക്കെ ആയിട്ട് സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലേക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അജണ്ടയുമായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മുമ്പ് നമ്മൾ ജബ്ബാറിന്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജബ്ബാറിന്റെ ചില ആശയങ്ങളും ജബ്ബാർ കണ്ടെത്തിയിട്ടുള്ള ചില കണ്ടെത്തലുകളും ജബ്ബാർ ഓതന്റിക് ആയിട്ട് കൊണ്ടു നടക്കുന്ന ക്രിസ്ത്യൻ പണ്ഡിതന്മാരുടെ അവരുടെ റിസർച്ചുകളെ കുറിച്ചൊക്കെ ജബ്ബാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വേറൊരുത്തന്റെ ഖുർആൻ റിസർച്ചാണ്. നമുക്കൊന്ന് കാണാം. എൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ചുറ്റുമുള്ള ഈ ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നത്, അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ പോലെയല്ല ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ, അതിൽ മാറ്റത്തിരുത്തലുകളില്ല, നിങ്ങളതിൽ മുഴുവൻ മാറ്റത്തിരുത്തലുകളാണ് എന്നൊരു വാദം. അതെ, ആരിഫ് പണ്ട് ഭയങ്കര ഒരു പ്രബോധകനും ദീനിയൊക്കെ ആയിരുന്നുണ്ടോ. അപ്പോൾ ആ സമയത്ത് ആരിഫ് ഇങ്ങനെ ക്രിസ്ത്യൻസിനെ കാണുമ്പോൾ പറയും, നിങ്ങളുടെ ബൈബിൾ അത് പരിപൂർണമായിട്ടും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഖുർആൻ അത് പരിപൂർണമായിട്ടും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കേൾക്കാം. പക്ഷേ ഈ ഒരു വാദമാണ് സത്യത്തിൽ ഇവിടെ തിരിഞ്ഞു കുത്തിയത്. കാരണം ഇത് മാറ്റത്തിരുത്തലുണ്ടോ എന്ന ചോദ്യം അത് ഉന്നയിച്ചതും അതിനെ തപ്പി ഇറങ്ങിയതും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിത വർഗം തന്നെയാണ്. അവരാണ് അതിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തി സത്യത്തിൽ എന്താണ് അതിൻ്റെ ഒരു ഉള്ളുകളി എന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ച് ഏതാണ്ട് 10-30 കോപ്പി എന്ന് പറഞ്ഞാൽ പോരാ, വിവിധ വേർഷൻസ് ഓഫ് ഖുർആൻ എന്നുള്ള രീതിയിൽ തന്നെ അവർ പുറത്തിറക്കി അത് വിളിച്ചു പറയാൻ തുടങ്ങി. അതിലെ ഓരോ വ്യത്യാസങ്ങളും എഴുതി കാണിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ്. അങ്ങനെ അതായത് മനസ്സിലായല്ലോ, പണ്ട് ജബ്ബാർ കൊണ്ടുവന്നത് സംഭവം തന്നെ. ഖുർആനെ കുറിച്ചിട്ട് ക്രിസ്ത്യൻ പണ്ഡിതന്മാർ പഠിച്ചു, എന്നിട്ട് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, ഖുർആൻ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ അവരെന്ത് ചെയ്തു, അവർ കണ്ടെത്തി എന്ന് ജബ്ബാർ പറയുന്നത്. ജബ്ബാർ ഒരു ഓതന്റിക് ആയിട്ട് എടുക്കുന്നത് ക്രിസ്ത്യൻ പണ്ഡിതന്മാരെയാണ്. അതേപോലെ തന്നെ ആരിഫ് ഹുസൈൻ ഇവിടെ എടുക്കുന്നത് ക്രിസ്ത്യൻ പണ്ഡിതന്മാരാണ്. ക്രിസ്ത്യൻ പണ്ഡിതന്മാർ ഖുർആനെ കുറിച്ച് കണ്ട് മുഴുവൻ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. എടാ മണ്ട, ഖുർആനെ കുറിച്ച് പിന്നെ ക്രിസ്ത്യൻസ് വേറെന്താ പറയുക? എൻ്റെ പൊന്നു ചെങ്ങായിമാരെ, ക്രിസ്ത്യൻ പണ്ഡിതന്മാരും മുസ്ലിങ്ങളുടെ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുമോ? അങ്ങനെ പറയുന്ന പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവരൊക്കെ ഇവിടെ നോക്കിയിട്ടാണ് ഇത് പഠിക്കണത്, എവിടെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഖുർആനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഖുർആനെ കുറിച്ച് ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞത് കേൾക്കണ്ട. ഖുർആൻ പണ്ഡിതന്മാരല്ലാതെ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നിഷ്പക്ഷരായിട്ടുള്ള റിസർച്ചേഴ്സ് ഉണ്ടല്ലോ, അവർ പറയുന്ന നോക്കിയാൽ പോരെ. ഖുർആന്റെ ആശയങ്ങൾക്ക് പരിപൂർണമായിട്ടും എതിരഭിപ്രായമുള്ള ക്രൈസ്തവ പണ്ഡിതന്മാർ റിസർച്ച് നടത്തിയത് അത് എടുത്തുകൊണ്ട് വരിക. എവിടുന്നാണ് ഇവർക്ക് ഈ ബുദ്ധി കിട്ടിയിട്ടുള്ളത് അല്ലേ? നമുക്ക് ബാക്കി കേൾക്കാം. നിൽക്കുന്ന സമയത്ത് ഒരു വശത്ത് വള്ളി കുത്തുകോമ വ്യത്യാസമില്ല എന്നുള്ള ഒരു വാദം, അവകാശവാദം അവിടെ വെക്കുന്നു. അത് വെച്ചുകൊണ്ട് മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേസമയം തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇപ്പുറത്ത് ഒരു കൂട്ടം ഇസ്ലാമിക പ്രബോധകർ അതിനെ വെളുപ്പിക്കാനും അതിൽ എന്താണ് സംഭവിച്ചത്, അതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ഒന്നും കൂടുതൽ ആലോചിക്കേണ്ട, അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പുറത്തും. പക്ഷേ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ സംഭവിക്കുന്നത് നമ്മളെപ്പോലെ ആളുകൾ മതത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. അതെ, അതായത് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയത് എങ്ങനെയാണ് അതുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവ പണ്ഡിതന്മാർ പറയുന്നത് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, പക്ഷെ ഇവരെടുക്കുന്നത് ക്രൈസ്തവ പണ്ഡിതന്മാരാണ്, മുസ്ലിം പണ്ഡിതന്മാർ ഇവിടെ എടുക്കൂല. അല്ല, അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ക്രിസ്ത്യൻസ് പറയുന്നത് ശരി, പക്ഷെ മുസ്ലിംസ് പറയുന്നത് വെളുപ്പിക്കലാണെന്നാണ് ആരിഫിന്റെ വാദം. അത് മാത്രമല്ല, മുസ്ലിങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ക്രൈസ്തവരുടെ വിശ്വാസങ്ങളും ക്രൈസ്തവരുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ട് മുസ്ലിങ്ങൾ ഇറങ്ങിപ്പോകുന്നുണ്ട് ഇസ്ലാം എന്ന് പറയണേ. ബാക്കി കേൾക്കാം. എൻ്റെ മതനിരാസ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ഒരു ഭാഗം വഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ പറയുന്ന ഒരു പൊള്ളത്തരം. ഈ ഇസ്ലാമിൽ ഖുർആൻ സംരക്ഷിക്കുമെന്ന് പറയുന്ന വാദം അത് സംഭവിച്ചിട്ടില്ല, സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത് അത് തന്നെ ഈ ദൈവികതയ്ക്ക് ഒരു വെല്ലുവിളിയാവുന്നു. അത് ദൈവികതയല്ല എന്ന് പറയുന്നതിന് അത് തെളിവാകുന്നതും അതുകൊണ്ട് തന്നെ ഈ സാധനം മനുഷ്യനിർമ്മിതമാണെന്ന് മനസ്സിലാക്കി മതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ആരിഫ് ഹുസൈൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റാണ്, ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പം അതിനർത്ഥം എന്താണ്? ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്നുള്ളതാണ്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മുസ്ലിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ക്രിസ്ത്യൻസ് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. മുസ്ലിങ്ങൾ പറയുന്നത് പരിപൂർണമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളത് മാറ്റി വെച്ചു തൽക്കാലം. അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് പറയണത് അത് പരിപൂർണമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, അത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതും അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ നിഷ്പക്ഷരായിക്കൊണ്ട്, അതായത് രണ്ട് പക്ഷത്തിലും ഇല്ലാത്ത രീതിയിൽ റിസർച്ച് നടത്തിയ ആൾക്കാർ, അക്കാഡമിക് റിസർച്ച് നടത്തിയ ആൾക്കാർ,
അവരെന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തരാം. ഒരു പുസ്തകം റിസർച്ച് ബുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ റിസർച്ച് ബുക്കിന്റെ പേര് ദി കാംബ്രിഡ്ജ് കമ്പാനിയൻ ടു ദി ഖുർആൻ. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കാംബ്രിഡ്ജ് കമ്പാനിയൻ ടു ദി ഖുർആൻ, എഡിറ്റഡ് ബൈ ജെയിൻ ഡാമൻ മക്കുലിഫെ. ജെയിൻ ഡാമൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ആ പുസ്തകം, ആ റിസർച്ച് ബുക്ക് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ബുക്കിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഈ ബുക്കിന്റെ അകത്ത് ഫസ്റ്റ് ഒരു ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ജെയിൻ ഡാമൻ മക്കുലെഫ് എന്ന് പറഞ്ഞ എഡിറ്റർ അദ്ദേഹം ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഫോർമേഷൻ ഓഫ് ദി ഖുർആനിക് ടെക്സ്റ്റ് എന്ന പേരിലെ ഹെഡിങ്ങിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ക്രിയേഷൻ ഓഫ് ദി ഫിക്സഡ് ടെക്സ്റ്റ്, ആൾട്ടർനേറ്റീവ് അക്കൗണ്ട്സ് ഓഫ് ദി ഖുർആനിക് ഫോർമേഷൻ തുടങ്ങിയ 3 ടോപ്പിക്കിൽ തന്നെ ഫ്രെഡ് എം ഡോണർ, അതേപോലെ തന്നെ ക്ലൗഡ് ഗില്ലിറ്റ്, ഹറാൾഡ് മോഡ്സിക് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അത് എഴുതിയിട്ടുള്ളത്, അതിൻ്റെ റിസർച്ച് നടത്തിയിട്ടുള്ളത്. അതേപോലെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് അനലിസിസ് എന്ന് പറഞ്ഞാൽ ഡാനിയൽ, അതേപോലെ തന്നെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് അഞ്ചലിക്ക, റിസൈറ്റേഷനെ കുറിച്ച് വില്യം എം, പിന്നെ ഗ്രഹാം ആൻഡ് നേവിഡ് കെർമാനി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളൊക്കെയാണ് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ ഖുർആനെ കുറിച്ച് വ്യത്യസ്ത മേഖലകളെ കുറിച്ചിട്ട് വ്യത്യസ്ത ആളുകൾ, നോൺ മുസ്ലിംസായ ആളുകളാണ് റിസർച്ച് നടത്തിയതിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് 100ാമത്തെ പേജിൽ ആഞ്ചലിക്ക ന്യൂവർത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു റിസർച്ചർ, അവർ പറയുന്ന ഒരു കാര്യമാണ് ദ പ്രീ കനോണിക്കൽ ഖുർആൻ. ഖുർആന് ഔദ്യോഗികമായിട്ട് ഖുർആൻ ഏകീകരിക്കപ്പെട്ടതിന് മുമ്പ് അല്ലെങ്കിൽ ക്രോഡീകരിച്ചതിന് മുമ്പ് ആ ഒരു സമയത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ അവർ പറയുന്നത് ദി പ്രസന്റേഷൻ ഓഫ് ഖുർആനിക് ഡെവലപ്മെന്റ്സ് ഇൻ ദിസ് ചാപ്റ്റർ presupposes the reliability of the basic data of traditional accounts about the emergence of the Quran, assuming the transmitted Quran text to be genuine collection of the communications of the Prophet as pronounced during his activities at Mecca and again at Medina. ഓക്കെ, ഇത് ഇംഗ്ലീഷിൽ വായിക്കാനുള്ള കാരണം ചില ആൾക്കാർ തോന്നും നമ്മൾ എന്തോ ഉണ്ടാക്കി പറയാൻ തോന്നും, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ഖുർആൻ മക്കയിലും മദീനയിലുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതാണെന്നുള്ള ഒരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വിശ്വസിച്ച് നടക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തെക്കുറിച്ച് അവർ പറയാണ്. അവർ പറയുന്നത് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഏർലിയർ കൺസെൻസസ് ഓഫ് സ്കോളർലി ഒപ്പീനിയൻ ഓൺ ദി ഒറിജിൻസ് ഓഫ് ഇസ്ലാം ഹാസ്, അതായത് ആദ്യകാല പണ്ഡിതന്മാരും ആദ്യകാല റിസർച്ചേഴ്സും ഒക്കെ ഇത് അംഗീകരിക്കുന്നുണ്ട്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലും മക്കയിലുമായിട്ട് ഇറങ്ങിയതാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുകയാണ് സിൻസ് ദി പബ്ലിക്കേഷൻ ഓഫ് ജോൺസ് വേൺസ്ബർഗ്സ് ഖുർആനിക് സ്റ്റഡീസ് ആൻഡ് പെട്രീഷ്യ ക്രോൺ ആൻഡ് മിക്കൈൽ കുക്സ് ഹൈഗരിസം ബീൻ ഷാറ്റേർഡ് ആൻഡ് ദാറ്റ് വേരിയസ് അറ്റംപ്റ്റ്സ് അറ്റ് എ ന്യൂ റീകൺസ്ട്രക്ഷൻ ഓഫ് ദീസ് ഒറിജിൻസ് ഹാവ് ബീൻ പുട്ട് ഫോർവേഡ്. അതായത് പിന്നീട് ജോൺ വാൺസ്ബർഗിന്റെ ഖുർആനിക് പഠനങ്ങളും പെട്രീഷ്യ ക്രോണ്, മിക്കായൽ കുക്സിന്റെ ഹഗാരിസം എന്ന് പറയുന്ന പഠനങ്ങളൊക്കെ, അത്തരത്തിലുള്ള ബുക്കുകളൊക്കെ അവർ മുന്നോട്ട് വെച്ചിട്ട് അവർ പറഞ്ഞു ഖുർആൻ ഇറങ്ങിയതുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന് ഇറങ്ങിയതല്ല, അത് വ്യത്യസ്ത വേറെ കുറെ കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ അവർ വേറെ കുറെ തിയറികൾ കൊണ്ടുവന്നു. അതായത് ഖുർആൻ ഇറങ്ങിയത് മക്കയിൽ ഇറങ്ങിയതല്ല, അത് വേറെ എവിടുന്ന് കിട്ടിയതാണെന്ന രീതിയിൽ പല തിയറികളും അവർ കൊണ്ടുവന്നു. ഓക്കെ, ഈ ബാക്കി പറഞ്ഞു കേട്ടോ. ആസ് എ ഹോൾ ഹവർ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്നിരുന്നാലും the theories of the so-called skeptic or revisionist scholars who arguing historically make a radical break with the transmitted picture of Islamic origins, shifting them in both time and place from the 7th to the 8th or 9th century and from the Arabian Peninsula to the Fertile Crescent have by now been discarded. അതായത് ഇങ്ങനെയുള്ള പല തിയറികൾ വന്നു. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതല്ല തുടങ്ങിയ ഒരുപാട് തിയറികൾ പിന്നീട് വന്നല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള തിയറികളൊക്കെ അവർ ചെയ്തിരുന്നത് ഖുർആൻ 8th സെഞ്ചുറിയിൽ ഇറങ്ങിയതാണ്, 9th സെഞ്ചുറിയിൽ ഇറങ്ങിയതാണ്, 10th സെഞ്ചുറിയിൽ ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ ഖുർആൻ അവിടുന്ന് കോപ്പി അടിച്ചാണ്, ഇവിടുന്ന് കോപ്പി അടിച്ചാണ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്ലേസ് ഷിഫ്റ്റ് ചെയ്യാം. അതായത് മദീനയിൽ മക്കയിൽ ഇറങ്ങിയതല്ല, അത് വേറെ എവിടെയും ഇറങ്ങിയതാണ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള തരികട പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ ഹാവ് ബൈ നൗ ബീൻ ഡിസ്കാർഡഡ്, ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതായത് ഖുർആൻ ട്രഡീഷണൽ വിശ്വാസം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഖുർആൻ ഇറങ്ങിയത് എന്നുള്ളത്. ആ വിശ്വാസത്തിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള പഠനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു എന്ന് അവർ പറയുന്നത്. ദോ മെനി ഓഫ് ദെയർ ക്രിട്ടിക്കൽ ഒബ്സർവേഷൻസ് റിമെയിൻ ചലഞ്ചിങ് ആൻഡ് സ്റ്റിൽ കോൾ ഫോർ എൻ ഇൻവെസ്റ്റിഗേഷൻ. അതായത് അവരുടെ അത്തരം ആളുകളുടെ പഠനങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ എന്തുണ്ട്,
ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പോലും തള്ളിക്കളഞ്ഞു എന്ന് പറയണത്. ഇനി അടുത്തതായിട്ട് ന്യൂ ഫൈൻഡിങ്സ് ഓഫ് ഖുർആനിക് ടെക്സ്റ്റ് ഫ്രാഗ്മെന്റ്സ്. ഖുർആനിന്റെ ഏറ്റവും പുതിയ ഫ്രാഗ്മെന്റ്സ്, ഖുർആന്റെ മാനുസ്ക്രിപ്റ്റുകൾ അതെല്ലാം കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അത്തരത്തിൽ കുറെ കിട്ടിയിട്ടുണ്ടല്ലോ. മോർ ഓവർ ക്യാൻ ബി അഡ്യൂസ്ഡ് ടു അഫേം rather than call into question the traditional picture of the Quran as an early fixed text composed of the surahs we have, nor have scholars trying to deconstruct that image through linguistic arguments succeeded in seriously discrediting the genuineness of the Quran as we know it. ഖുർആനിന്റെ മാനുസ്ക്രിപ്റ്റുകൾ പുതുതായി കണ്ടെത്തിയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകളെല്ലാം തന്നെ ഖുർആൻ അതിനെ സംശയത്തിലാക്കുന്നതിന് പകരം വളരെ കൃത്യമായിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങി അത് മുസ്ലിങ്ങൾക്ക് ഓറൽ ഫോമിലും, അതായത് സംസാര രീതിയിലും, അതേപോലെ തന്നെ പുസ്തകമായിക്കൊണ്ടും മുസ്ഹഫ് രൂപത്തിലും മുസ്ലിങ്ങളിലേക്ക് എത്തി, മുത്തവാത്തിറായിട്ടുള്ള ചെയിൻ ഓഫ് നരാഷനിലൂടെ എത്തി എന്നുള്ള കൃത്യമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ട്രഡീഷണൽ വ്യൂ, മുസ്ലിം വിശ്വസിച്ചടക്കുന്ന ആ ഒരു വിശ്വാസത്തിനെ ആദ്യകാല പണ്ഡിതന്മാര് അംഗീകരിച്ചിട്ടുള്ള, ആദ്യകാല റിസർച്ചേഴ്സ് അംഗീകരിച്ചിട്ടുള്ള അതേ ഒരു വ്യൂ, ആ ഒരു കാഴ്ചപ്പാട് തെളിവുകളായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഈ ഒരു റിസർച്ച് പേപ്പർ, അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ദി കമ്പാനിയൻ ടു ദി ഖുർആൻ എന്ന പേരുള്ള ഒരു റിസർച്ച് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നത്. തീർന്നിട്ടില്ല, വീണ്ടും കേൾക്കാം. അടുത്തതായിട്ട് വീണ്ടും പറയാണ്, nor have scholars trying to deconstruct that image through linguistic arguments succeeded in seriously. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ പോലും ഖുർആനെതിരെയുള്ള വാദങ്ങളുമായി വന്നിട്ട്, ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വാദങ്ങളുമായി വന്ന ഒരാൾ പോലും സക്സീഡ് ചെയ്തിട്ടില്ല, വിജയിച്ചിട്ടില്ല എന്നവർ പറയുന്നത്. എന്തിനു കുറിച്ചിട്ട്? ഡിസ്ക്രെഡിറ്റിംഗ് ദ ജെന്യൂനെസ് ഓഫ് ദ ഖുർആൻ, ഖുർആനിന്റെ സത്യസന്ധതയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് തെളിവ് കൊണ്ടുവരാനോ അത് വിജയിക്കാനോ ആർക്കും സാധിച്ചിട്ടില്ല. ആസ് വി നോ ഇറ്റ്, നമുക്ക് അറിയുന്ന ഈ സമയം വരെ അത് സാധിച്ചിട്ടില്ല. These include the work of ക്രിസ്റ്റഫ് ലക്സൻബർഗിന്റെ വർക്കും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻസ് സാധാരണ പറയുന്ന ഒരു കാര്യമാണ് സിറിയാക്ക് അറബിക് ലാംഗ്വേജിലുള്ള ചില സുവിശേഷങ്ങളിൽ നിന്നൊക്കെയാണ് ഖുർആൻ കോപ്പി അടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായിട്ട് ഖുർആൻ ഒരു ബന്ധമുണ്ട് എന്നൊക്കെ ക്രിസ്ത്യൻസ് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാദമായിട്ട് വന്ന വ്യക്തി കൂടിയാണ് ക്രിസ്റ്റഫ് ലക്സൻബർഗ്. ദീസ് ഇൻക്ലൂഡ് ദ വർക്ക് ഓഫ് ക്രിസ്റ്റഫ് ലക്സൻബർഗിന്റെ വർക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല, സക്സസ്ഫുൾ ആയിട്ടില്ല. എന്തിനെതിരെ? ഖുർആനെതിരെ സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് പറയണേ. നമ്മൾ വായിച്ചത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്മാരുടെ റിസർച്ച് ബുക്കാണോ? അല്ല. നമ്മൾ വായിച്ചത് ക്രിസ്ത്യൻ പണ്ഡിതന്മാരുടെ റിസർച്ച് ബുക്കാണോ? അല്ല. നമ്മൾ വായിച്ചിട്ടുള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ദ കേംബ്രിഡ്ജ് കമ്പാനിയൻ ടു ദി ഖുർആൻ എന്ന് പറയുന്ന ഒരു റിസർച്ച് ബുക്ക് വായിച്ചിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഖുർആൻ പരിപൂർണമായിട്ട് സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയാനായിട്ട് മുസ്ലിം സ്കോളേഴ്സിന് എടുക്കണം നിർബന്ധമല്ല. തേർഡ് പാർട്ടി സ്കോളേഴ്സ് വരെ കൃത്യമായിട്ട് ഖുർആനിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഫ്രാഗ്മെന്റ്സ്, ഖുർആൻ മാനുസ്ക്രിപ്റ്റുകളൊക്കെ ഖുർആൻ ശരിയാണ് എന്നുള്ളതും മുസ്ലിങ്ങളുടെ വിശ്വാസം ശരിയാണ് എന്നും കൂടി തെളിയിക്കുന്ന രീതിയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.